ഓക്കെ, ഇത് കണ്ടോ? ഈ ഡ്യൂക്ക് എന്ന ബൈക്ക് ഉണ്ടാക്കുന്നതിനെ മരിക്കാൻ വേണ്ടിയാണ്. യാത്രക്കാരൻ ഒന്നീ ഓടിക്കുന്ന ആൾ മരിക്കും, അല്ലെങ്കിൽ ഇത് ഡ്യൂക്ക് എടുത്ത ഒരുവിധം ആൾക്കാരെല്ലാം മരിച്ചു. ഡ്യൂക്കിന്റെ ബൈക്കൊക്കെ എടുത്ത് കൊടുക്കുന്ന രക്ഷകർത്താക്കൾ ആലോചിക്കുന്നത് അറിയാം. 200 വണ്ടി ഇറങ്ങിയാൽ അതിൽ 150 പേരും മരിച്ചു എന്ന് കണക്കൂട്ടിക്കൊണ്ടു. എന്താ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം? മീൻസ് ഡ്യൂക്ക് എന്ന് പറയുന്ന ഒരു സാധനം പവർഫുൾ ആണ്. സോ എന്താണെങ്കിലും ആൾക്കാർ എടുക്കുന്നതെന്ന് തൊലയും. അത് ഇതിപ്പം ഒരു ചായക്കട ഇരുന്ന ഒരു അച്ഛനാണ് ഇത് പറയുന്നതെങ്കിൽ എനിക്ക് ഞാൻ അതുപോലെ കേട്ടിട്ട് വിട്ടേനെ. പക്ഷെ ഇത് പറഞ്ഞേക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ ഗതാഗത മന്ത്രിയാണ്. അതാണ് ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള് ഇതുപോലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഒരു കമ്പനിക്കെതിരെയൊക്കെ പറയുമ്പോൾ അതിന് ഒരടിസ്ഥാനം വേണം. അദ്ദേഹം പറയുന്ന പോലെ ആ കണക്ക് റിയൽ ആയിട്ടുള്ളൊരു കണക്കാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ഇത് ഇപ്പൊ പുള്ളി ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ള ആളുകളുടെ ഒരു വികാരം ഉണ്ടല്ലോ, ആ വണ്ടിക്കെതിരെ ഒരു ഹേറ്റ്രട്ട് തോന്നുമല്ലോ. ഒരു ആക്സിഡന്റ് നടന്നു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് KTM ബൈക്ക് ആക്സിഡന്റ് ആകുമ്പോൾ എല്ലാ നാട്ടുകാരും വെറുതെ അതിൽ പണ്ട് തൊട്ടേ ഉള്ളതാണ് ആ ഒരു ഹേറ്റ്രട്ട് ആള് ഒന്ന് പ്രതിഫലിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ കൈയടി കിട്ടും, ഉറപ്പായിട്ട് കൈയടി കിട്ടും. അല്ല, അത് ശരിയാണ്. അത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. ഗണേഷ് കുമാർ ആസ് എ മിനിസ്റ്റർ, ഗതാഗത മന്ത്രി, അദ്ദേഹം ഒരു എന്തൂസിയാസ്റ്റ് ആണ്. എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ തന്നെ വാഹനങ്ങളെ ഇഷ്ടപ്പെട്ട അല്ലെ വാഹന ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ വേറൊരാളെക്കാളും, പുതുതായിട്ട് ആ ഫീൽഡിലോട്ട് വരുന്ന ഒരാളെക്കാളും ബെറ്റർ ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. അങ്ങനെ അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ KSRTCയിൽ വരുത്തുന്ന മാറ്റങ്ങളാണെന്നുണ്ടെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നൊക്കെ ആണല്ലോ. അല്ലല്ല, അതെനിക്ക് അതിനോടൊക്കെ യോജിപ്പുള്ള കാര്യമാണ്. അതൊക്കെ നല്ലൊരു കാര്യമാണ്, അങ്ങനെ ചെയ്യണം ഒരാൾ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിങ്ങനെ പീക്കിൽ നിന്നിട്ട് ഇതുപോലുള്ള കുറച്ച് സാധനങ്ങൾ പറയുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു ഇംപ്രഷനെ ഇടിച്ച് കളയാണ് ആക്ച്വലി ചെയ്യുന്നത്. അത് കേട്ടിട്ട് കൈയടിക്കും, നമ്മുടെ വീട്ടുകാർ കൈയടിക്കും. വീട്ടുകാർ ഷുവറായിട്ട് കൈയടിക്കും. വീട്ടുകാർക്ക് ആദ്യമേ KTM-നോടുള്ള ഒരു പേടി ഉണ്ടായിരുന്നു, അതിപ്പോൾ ഡബിൾ ഇരട്ടി പിന്നെ ആവുകയും ചെയ്യും. വീട്ടിലിപ്പോൾ ഞാൻ തന്നെ ഇപ്പം 390 അല്ലെ 200 എടുക്കണമെന്ന് ഞാൻ ഒന്ന് മുഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. ആരും സമ്മതിക്കത്തില്ല. അതുപോലെ കരഞ്ഞു മെഴുകി കാലുപിടിച്ച് പട്ടിണിയൊക്കെ കിടന്ന ചിലപ്പോൾ ആരിലൊക്കെ എടുത്ത് കൊടുക്കായിരിക്കും. KTM സമ്മതിക്കത്തില്ല. ഇതാണ് ആളുകളുടെ മനസ്സിലുള്ള. ഇപ്പം വണ്ടിയെ പറ്റി ഒരു ധാരണ ഇല്ലാത്ത ഒരാൾ ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ KTM എന്നുള്ളൊരു ബ്രാൻഡിനെ പറ്റി ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് എന്തായിരിക്കും? അവർക്ക് അതിനെപ്പറ്റി വേറെ ഒന്നും അറിയത്തില്ല. KTM എന്താന്ന് പോലും അറിയത്തില്ല. ഒരു ഓറഞ്ച് കളറും KTM എന്നുള്ള എഴുത്ത് മാത്രമാണ് അവർക്ക് KTM എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. അല്ലാണ്ട് ആ ബ്രാൻഡ് ഗ്ലോബലി എന്ത് ചെയ്യുന്നത്, അത് എവിടെയുള്ള ബ്രാൻഡ് എന്ന് പോലും ആളുകൾക്ക് അറിയത്തില്ല. ഒന്നും അറിയാണ്ട് ഇങ്ങനെ വെറുതെ ഒരു സംഭവം പറയുന്നത്. പക്ഷെ അതിനകത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവർ പറയുന്നതിനകത്തും ഒരു കാരണമില്ല. അത് ഇത്ര പവർഫുൾ ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെയല്ലേ ഇത്ര അപകടം ഉണ്ടാക്കുന്നത്? അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചത്. നീ ഓടിക്കുന്ന കാറിനേക്കാളും പവറില്ല ഈ ബസ്സിനും ലോറിക്കും ഒക്കെ. എന്ന് അത് അപകടം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? അപകടം ഉണ്ടാകുന്നത് ഒരിക്കലും ഒരു വണ്ടിയുടെ കുറ്റം മാത്രമല്ല. ഇപ്പൊ ആ വണ്ടിയുടെ ബ്രേക്ക് ഫെയിലായി, ആ അപകടം ഉണ്ടായത് ആ വണ്ടി കാരണമാണ്. ആ വണ്ടിയുടെ വീല് പൊട്ടുമോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മെക്കാനിക്കൽ ഫെയിലിയർ വന്നിട്ട് ഒരു അപകടം ഉണ്ടായാൽ അത് ആ വണ്ടിയുടെ മാത്രം കുറ്റമാണ്. അത് ഓടിച്ചവനോ വഴിയോ കൂടെ നടന്നുവനോ റോഡിനോ ഒന്നും അതുമായിട്ട് ഒരു ബന്ധവുമില്ല. അതേസമയം ഇങ്ങനൊന്നും ഇല്ലാണ്ട് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അതിന്റെ 100% ഉത്തരവാദിത്വം ആ വണ്ടി ഓടിച്ച ഒരാൾക്കാണ്. അതോ വണ്ടി ഓടിക്കുന്ന ആൾക്കാണ് ആ വണ്ടിയുടെ മുഴുവൻ ഉത്തരവാദിത്വം. അതും മന്ത്രിക്കും അറിയാം, RTOയ്ക്കും അറിയാം. പക്ഷെ ചീത്തപ്പേര് വരുമ്പോൾ ബ്രാൻഡിന് വരുന്നത്, അത് ഞാൻ പറഞ്ഞില്ല, അതൊരു പൊളിറ്റിക്കൽ ഗിമിക്ക് മാത്രമാണ് അദ്ദേഹം അവിടെ കാണിച്ചത്. അന്നേരം അവിടെ നിന്ന ആളുകളുടെ കയ്യടി വാങ്ങിക്കുക എന്നുള്ളൊരു സാധനം മാത്രമാണ് അവിടെ വർക്കൗട്ട് ആയത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അതിനെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവാൻ പറഞ്ഞത് അബദ്ധമാണെന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളൊരു കാര്യമാണ്, ഇത്രയ്ക്ക് KTM അപകടകാരി ആണ്, KTM ഭയങ്കര മോശപ്പെട്ടൊരു ബ്രാൻഡാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് KTM ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വിൽക്കപ്പെടുന്നു? ഇത് വിൽക്കാനുള്ള അധികാരം കൊടുക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. അതിന്റെ ടാക്സ് വാങ്ങിക്കുന്നത് ഗവൺമെന്റ് ആണ്. ആ വണ്ടി റീരജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെയും ടാക്സ് വാങ്ങിക്കുന്നത് ഗവൺമെന്റ് ആണ്. അപ്പം ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും എന്തിന് ഗവൺമെന്റ് അങ്ങനെയുള്ള ഒരു മരിക്കാൻ സാധ്യതയുള്ളൊരു വണ്ടി, അൺസേഫ് ആയിട്ടുള്ള ഒരു വണ്ടി നമ്മുടെ ആളുകൾക്ക് ഓടിക്കാൻ കൊടുക്കുന്നു? അതെന്താ പറഞ്ഞില്ല? അങ്ങനെ പറയപ്പിന്നല്ലാണ്ട് പിന്നെ വണ്ടി വെക്കണ്ടേ? അപ്പം അതിന്റെ ടാക്സ് വേണം താനും. എന്തേലും വന്നു കഴിഞ്ഞാൽ അത് ബ്രാൻഡിന്റെ പെടലിക്കും. അത് ഭയങ്കര മോശപ്പെട്ട ഒരു ഭയങ്കര ഇമ്മച്ചുവേർഡ് ഒരു പ്രസ്താവനയാണ് അത്. അതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. പിന്നെ ഇത് ഇപ്പൊ നീ ചോദിച്ച പോലെ ആ വണ്ടിക്ക് അത്രയും പവർ ഉള്ളതുകൊണ്ടാണോ അത് അപകടം? അതിലും പവറുള്ള എന്തോരം വണ്ടികൾ നമ്മുടെ ഇന്ത്യ വിറ്റ് പോകുന്നു. BMW S1000R എന്തോരം ഇറങ്ങുന്നു. ഏറ്റവും കൂടുതൽ പറയുന്നത് സ്പോർട്സ് ബൈക്കാണ് നമ്മുടെ നിഞ്ച ZX10R. 1000 cc ബൈക്ക് 200 bhp അത് ഉണ്ടാക്കുന്നത്. നിന്റെ സ്പ്ലെൻഡറിന് എത്ര bhp ഉണ്ടെന്ന് അറിയാമോ? 9 bhp ഉള്ളൂ. 200 bhp ആണ് ആ വണ്ടിയുടെ പവർ. അപ്പൊ ചോദിക്കും എന്തിനാണ് അത്രയും പവർ ഈ റോഡിൽ? അത് ഈ റോഡിൽ ഓടിക്കുന്ന വണ്ടിയല്ല, ഒന്നാമത്തെ കാര്യം. അത് റോഡ് ലീഗലായിട്ടുള്ള ഒരു സ്പോർട്സ് ബൈക്കാണ്. അതായത് നിനക്ക് ആ വണ്ടി ഉണ്ടെങ്കിൽ, റോഡ് ലീഗലായിട്ടുള്ള സ്പോർട്സ് ബൈക്കിന്റെ പ്രധാന അർത്ഥമേ നിന്റെ വീട്ടിൽ ആ വണ്ടി നീ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഉണ്ട്, അത് രജിസ്റ്റേർഡ് ആണ്.
നിനക്ക് ഈ സാധനം ഓടിച്ചുകൊണ്ട് നിന്റെ അടുത്തുള്ള റേസ് ട്രാക്കിൽ കൊണ്ടുപോയി ആ ട്രാക്കിലും ആ വണ്ടി ഓടിക്കാൻ പറ്റും. ഓക്കെ. അല്ലാണ്ട് നീ 200 BHP നിന്റെ റോഡിൽ എടുത്ത് അങ്ങ് വെതറുക എന്നല്ല അതിന്റെ അർത്ഥം. റെസ്പോൺസിബിൾ ആയിട്ട് ഓടിക്കുക റോഡിലാണെങ്കിൽ. പിന്നെ ആ വണ്ടി വാങ്ങിക്കുന്നവരൊന്നും എന്താ ഇത്ര അപകടത്തിൽപ്പെടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വണ്ടി വാങ്ങിക്കുന്ന ആളുകളെ നോക്കുക. അവർ ആ വണ്ടി വാങ്ങിക്കാനുള്ള പ്രായത്തിലേക്ക് എത്തുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ വണ്ടി വാങ്ങിക്കാനുള്ളൊരു എക്സ്പെൻസീവ് ആണോ 22 ലക്ഷം എന്ന് പറഞ്ഞാൽ ചുമ്മാ കിട്ടുമോ? മരത്തെ കായ്ക്കോ? ഉലുത്തിയെടുക്കാൻ പറ്റുമോ? ഇവിടെ 4 ലക്ഷം ഇവിടെ കിടക്കുന്നു, 22 ലക്ഷം. അപ്പൊ അത്രയും പൈസ കൊടുത്തൊരു വണ്ടി വാങ്ങിക്കാനുള്ള നിലയിൽ നീ എത്തുമ്പോൾ നിനക്ക് അതിനനുസരിച്ചുള്ള മെച്യൂരിറ്റി ഉണ്ട്, അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതാണ് പോയിന്റ്. അത് ബോധമുള്ള ആർക്കും ചിന്തിച്ചാൽ കിട്ടുന്നതാണ്. അല്ലാണ്ട് ചുമ്മാ മിനിസ്റ്റർ പറയുന്നത് കേട്ട് പത്രത്തിൽ വരുന്ന ഇതെല്ലാം ഇതുപോലെ വായിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് വിവരം വെക്കത്തില്ല. പക്ഷേ KTM പോലത്തെ വണ്ടികൾ മിക്കതും ഇമ്മച്യൂർ ആയിട്ടുള്ള പിള്ളേരുടെ കയ്യിലാണ് ഏറ്റവും ഫസ്റ്റ്ലി എത്തപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ്? അതിന് പ്രൈസ് കുറവായത്. അത് അത്ര ആക്സസിബിൾ ആയതുകൊണ്ട്. എന്തുകൊണ്ട് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് പറയാണ് എനിക്കൊരു 10R എടുപ്പ് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല ഒട്ടക്കി എന്നെ അട്ടിച്ചിട്ടുണ്ടല്ലോ മൂലക്കിടും. കാരണം 22 ലക്ഷം രൂപയാണ് അതിന്. വീട്ടുകാർക്ക് ചിലപ്പം അത്രയും പൈസക്ക് ആരും ഒരു വീട് വെക്കാനുള്ള പൈസക്ക് നീ ബൈക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞാണല്ലോ കെട്ടിത്തൂക്കി. അതാണ് നമ്മുടെ ഇവിടുത്തെ നാട്. അപ്പൊ നീ അത് വാങ്ങിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിനക്ക് ആഗ്രഹം സഫലമാക്കണമെങ്കിൽ നീ സ്വന്തമായിട്ട് പഠിച്ച് ജോലിയോ എന്താണോ ബിസിനസ്സോ ചെയ്ത് പൈസ ഉണ്ടാക്കിയാൽ മാത്രമേ നിനക്ക് നിന്റെ ആഗ്രഹം സാധിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേറൊരാൾ നിനക്ക് സാധിച്ചു തരത്തില്ല. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ 18 വയസ്സാകുമ്പോഴേ എനിക്ക് കോളേജിൽ പോകാൻ വണ്ടി വേണമെന്ന് വീട്ടുകാർക്ക് ഒരു ഐഡിയ ഇല്ല. KTM ഏതാണ്, 390 എന്താണെന്നുള്ളത്. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. അപ്പം അവരുടെ അടുത്ത് എന്നിട്ട് എനിക്ക് ഈ വണ്ടി വേണം, എനിക്ക് ഈ വണ്ടി വേണം. അവർ നോക്കുമ്പോൾ വണ്ടിക്ക് നല്ല വിലയാണ്. ഓക്കെ, അപ്പോൾ പറയും നല്ല വണ്ടി ആയതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ കരഞ്ഞ് കാല് മേടിച്ച് മെഴുകി പട്ടിണിയൊക്കെ കിടന്ന് തൂങ്ങാൻ പോവാൻ വാങ്ങിക്കും. വെറുതെ വെള്ളം കൂടി കുട്ടിക്കല്ലോ എന്ന് കണ്ട് വീട്ടുകാർ അതിന് വാങ്ങിച്ചു കൊടുക്കും. വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഇനി വേറൊന്നുമില്ല. അവന്റെ ആഗ്രഹങ്ങൾ സഫലമാക്കി കഴിഞ്ഞു. KTM വാങ്ങിക്കട, ഇൻസ്റ്റാഗ്രാമിൽ 2 റീൽ ഇടുക. ഇനി എന്താ ഇതിൽ കൂടുതൽ ഇനി ജീവിതം എന്ന് പറയുന്നത് എന്താ ഉള്ളത്? ഇനി ചത്താലും മതി. ഇങ്ങനെയാണ് ആ പ്രായത്തിലുള്ളവർ ചിന്തിക്കുന്നത് കൂടുതലും. നമ്മളും അത് കഴിഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞു എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടുകയാണ്, എനിക്ക് NS 200 വാങ്ങിച്ചു തരണം. നമ്മൾ പഠിക്കുന്ന സമയത്ത് NS 200 അതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഭാഗ്യത്തിന് കിട്ടിയില്ല, അതുകൊണ്ട് വാങ്ങിച്ചത്. അതുകൊണ്ട് ഞാനിപ്പോഴും ജീവനോടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഞാനും വേറെ ഏതെങ്കിലും ഇൻസ്ട്രക്ടർ പോയത്. അങ്ങനല്ല, അത് ആ പ്രായത്തിൻ്റെതാണ്. അത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രായത്തിന്റെ ഒരു തിളപ്പ് അവിടെ ഉണ്ട്. ഇപ്പൊ ഇന്നാണെങ്കിലും എനിക്ക് KTM വാങ്ങിക്കാന്ന് പറയുന്നത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എനിക്ക് ഉറപ്പാണ്, ഞാൻ ഇന്ന് ഒരു KTM വാങ്ങിച്ചുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ആക്സിഡന്റിൽ പെടത്തില്ല എന്നുള്ളത്. ലൈക്ക് എന്റെ കാരണം കൊണ്ട്, എന്റേതായ കാരണത്താൽ അല്ലാണ്ട് ആക്സിഡന്റിൽ പെടാം. അങ്ങനെ ഞാൻ പെട്ടിട്ടുമുണ്ട് കൈ. അപ്പം ഈ സംഭവിച്ച പോലെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാകത്തില്ല എന്നുള്ളതിൽ എനിക്ക് 200% ഷുവറാണ്. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ളൊരു മെച്യൂരിറ്റി എനിക്കായിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്കായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത്. ട്രെയിനിങ് ഇല്ലെങ്കിലും മൈൻഡ് സെറ്റ് ആണ് മെയിൻ മൈൻഡ് സെറ്റ് ആണ്. കാരണം KTM ഇപ്പൊ എല്ലാവർക്കും ഒന്നും ട്രാക്ക് ട്രെയിനിങ്ങോ റേസിംഗ് ട്രെയിനിങ്ങോ ഒന്നും കിട്ടണമെന്നില്ല, പറ്റത്തുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ പരിചയപ്പെട്ടു, പുതിയ ജെൻട്രി 390 ഉള്ള ഒരാളാണ്. പുള്ളി ചായ കുടിച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചെന്നൊരു ബ്രോ വണ്ടി എങ്ങനെയാണെന്ന് ചോദിച്ചു. ആൾ ഹിന്ദിക്കാരനാണ്. മീൻസ് ബാംഗ്ലൂരിൽ നിന്ന് വന്നാണ്, ഇപ്പോൾ ട്രാൻസ്ഫർ ആയി ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആളോട് വണ്ടി ചോദിച്ചാൽ പുള്ളി ബാംഗ്ലൂരിൽ നിന്ന് ഓടിച്ചുകൊണ്ടാണ് വന്നത്. പുള്ളി ഡെയിലി നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ജോലി സ്ഥലത്തോട്ട് പോകുന്നത് ആ 390-ലാണ്. അപ്പോൾ ആ ആൾക്ക് അത് മര്യാദയ്ക്ക് ഓടിച്ചു നോക്കുക, ആ ആളത് എൻജോയ് ചെയ്യുന്നുണ്ട്, ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വണ്ടിയെ. ആളും ഉപയോഗിക്കുന്നതും 18 വയസ്സായവരും ഉപയോഗിക്കുന്നത് ഈ സെയിം 390 KTM തന്നെയാണ്. കമ്പനി ഒരിക്കലും ഈ 18 വയസ്സായവരെ ടാർഗറ്റ് ചെയ്തിട്ടല്ല പ്രോഡക്റ്റ് ഇറക്കുന്നത്. അതിനുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഇറങ്ങിയ 160 ഡ്യൂക്ക്. പ്യുവർ ആയിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ബൈക്കാണ്. അത് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തോ നിങ്ങളുടെ കുട്ടികൾക്ക്, ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. അതിനകത്ത് അവർ ഇപ്പൊ പുഷ് ചെയ്ത് ഓടിച്ചെന്ന് പറഞ്ഞാലും പോകുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിനകത്തും ഈ പറഞ്ഞ സേഫ്റ്റി കൺസേൺസ് എല്ലാം ഇൻവോൾവ് ഉണ്ട്. KTM-നെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അവർ പറയുന്നത് അവർക്ക് ഇത്രയും പെർഫോമൻസ് ഉണ്ട്, അവർ ഇത്രയും പെർഫോമൻസ് റെഡി ടു റേസ് ബൈക്കുകളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സും ബ്രേക്കിങ്ങും എല്ലാം അവർ അത് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പം ഇലക്ട്രോണിക് ബൈക്സ് ആണെന്നുണ്ടെങ്കിൽ കോർണറിങ്, ABS, കോർണറിങ്, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനത്തെ പരിപാടികളെല്ലാം ആ വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പം എത്രത്തോളം വേഗതയിൽ അതിന് പോകാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളെ സേഫ് ആക്കാനും അതിന് പറ്റുന്നുണ്ട്. പിന്നെ ഒരു കമ്പനി നിങ്ങളോട് പറയുന്നില്ല എൻ്റെ വണ്ടിക്ക് ഇത്രയും പവർ ഉണ്ടെങ്കിൽ ആ പവർ മൊത്തം നിങ്ങൾ റോഡ് യൂസ് ചെയ്യുന്നുള്ളത്. ഓരോ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു എയിം വെച്ചിട്ടാണ് ആ മാനുഫാക്ചർ. അത് അറിഞ്ഞ് വാങ്ങിക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാണ്ട് പോയത് ആ മാനുഫാക്ചറിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. നിങ്ങളുടെ മോനൊരു വണ്ടി വാങ്ങിച്ചു കൊടുത്തെങ്കിൽ അത് അവൻ ആ വണ്ടിയെ പറ്റിയിട്ട് അറിയാതെ പോകുന്നതും അവനത് റെസ്പോൺസിബിൾ ആയിട്ട് ഓടിക്കാത്തതും വേറെ ആരെങ്കിലും നെഞ്ചത്ത് കൊണ്ട് കയറ്റുന്നതും
പേരൻസിന്റെയും ആ വണ്ടിയുള്ള പേരൻസിനെ ഞാൻ കുറ്റം പറയുന്നില്ല. അവൻ 18 വയസ്സായവനാണ്, അവന് അവന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കണമെന്നുള്ളത് നിന്റെ കടമയാണ് അത് മനസ്സിലാക്കേണ്ടതെന്നുള്ളത്. 18 വയസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രായപൂർത്തിയായി, ഇന്ത്യൻ നിയമപ്രകാരം നിങ്ങൾ പ്രായപൂർത്തിയായി. നിങ്ങൾ അങ്ങനെ ഒരു അഡൾട്ടിനെ പോലെ ചിന്തിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ 4 നാട്ടുകാരുടെ മുന്നിൽ ഷോ ഇറക്കുക, അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലോ റീലോ ആണ് നിങ്ങൾക്ക് പ്രധാനമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ലൈഫിൽ സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നത് മറ്റ് കോൺസിക്വൻസസ് ആണ്. നിങ്ങൾ കാരണം ഒരാൾ മരിച്ചു, അത് ഈ വയസ്സിൽ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാത്തില്ല. പക്ഷെ പ്രായം കുറച്ചായി കഴിയുമ്പോൾ നല്ല റിഗ്രറ്റ് ഉണ്ടാവും. ആ ഒരു സാധനം വരും. അന്ന് ആ ബൈക്കിനകത്ത് എഴുതി വെച്ചേക്കുന്നവർ നമ്മൾ കണ്ടോളാം, എന്താ 250 ലൈക്ക് ഇപ്പൊ എല്ലാത്തിലും കാണുന്നതാണ്, ബൈക്കിലെല്ലാം എഴുതി ഒട്ടിക്കുന്ന സ്റ്റിക്കേഴ്സ് ആണ്. ഓക്കെ, ചില ആളുകൾ കൂളായിട്ട് തോന്നും, ചിലർക്ക് അത് കണ്ണാപ്പിയായിട്ട് തോന്നും. അതെല്ലാം ആ ഒരു പ്രായത്തിന്റെ നിങ്ങൾ കണ്ടുവരുന്ന ആ ട്രെൻഡിങ് റീലുകളുടെയും വിഷയമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ PR-ന്റെ ട്രാക്ക് ഡേക്ക് ചെന്നപ്പം അവിടെ ഈ പറഞ്ഞ പോലെ 18 ആയ ഒരു പയ്യൻ, അവന്റെ ഇരിക്കുന്ന അപ്പറിലെ RS457 അവൻ ഭയങ്കര മെച്ചുവേർഡാണ്. അവൻ ട്രാക്കിൽ പ്രോപ്പറായിട്ട്, അവൻ റോഡിൽ ഭയങ്കര ട്രാക്കിൽ തന്നെ അപ്പൊ പറയാം, ഓവന് പൈസ ഉണ്ടായിരുന്നല്ലോ, നിനക്ക് 390 വാങ്ങിക്കാൻ പൈസ ഉണ്ടല്ലോ, നിനക്ക് ഇവിടെ ട്രാക്ക് ഡേ അറ്റൻഡ് ചെയ്യാൻ പൈസ ഇല്ലാത്ത, വെറുതെ ഓട്ടം തന്നെ ഒന്നും പറയില്ല. പിന്നെ പകുതി ആൾക്കാർക്ക് അതിനെ പറ്റിയുള്ള അറിവില്ലായ്മയാണ് പ്രധാന പ്രശ്നം. അറിവില്ലായ്മയിൽ നിന്നാണ് ഇതെല്ലാം നടക്കുന്നത്. ഇപ്പൊ മിനിസ്റ്റർ പറഞ്ഞതും പുള്ളിയുടെ അറിവില്ലായ്മയിൽ നിന്നാണ്. ഇപ്പൊ നിങ്ങൾ ഇവർ കാണിച്ചു കൂട്ടുന്നു, അവരുടെ അറിവില്ലായ്മ ഇവർ കണ്ട് ശീലിക്കുന്നതാണ് നമ്മുടെ പ്രാവർത്തികമാക്കാൻ നോക്കുന്നത്. നീ ഇപ്പൊ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റ് അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ നിന്റെ മൈൻഡ് ഓൾറെഡി അങ്ങനെ ചെയ്യണമെന്നുള്ളത് വരും. ഇപ്പൊ ഞാനിപ്പോ ട്രാക്കിൽ റേസിംഗിന് ആളുകൾ അങ്ങനെ ഓടിക്കുന്നു, ഇങ്ങനെ ഓടിക്കുന്നു, റേസിംഗ് ഫസ്റ്റ് വരുന്നു, അത് കണ്ട് ഞാൻ ശരിക്കും എനിക്ക് എന്താ തോന്നുന്നു, ഞാൻ ട്രാക്കിൽ ഇറങ്ങുമ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടണമെന്നല്ലേ. അതേപോലെ തന്നെ റോഡിൽ ഈ ഇത് കാണിക്കുന്ന ആളുകൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിലൊക്കെ എനിക്ക് അങ്ങനെ ചെയ്യുന്നത് നല്ല രസമാണെന്നുള്ളത്. പിന്നെ ഈ ഇൻഫ്ലുവൻസിങ്ങിനൊക്കെ ഒരു പരിധിയുണ്ട്. നിനക്കത് കാണും, നിനക്കത് തോന്നും, അത് ചെയ്യണോ വേണ്ടോ എന്നുള്ള തീരുമാനം നിന്റെ. നീ അത് കണ്ടിട്ടൊക്കെ നല്ല അത് നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ നിനക്ക് ഒരു സംഭവം കിട്ടുന്നു, കണ്ടിച്ചാടിയാൽ നിനക്ക് സ്വർണ്ണം കിട്ടുന്നു, നീ ഉടനെ എടുത്ത് കണ്ടിച്ചാടും. അതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിൽ നിന്ന് ഒളിച്ചോടിയിട്ടൊന്നും കാര്യമില്ല. കൊണ്ടിടിച്ചിട്ട് എന്റെ പ്രായത്തിന്റെ ആണ്, എന്റെ വണ്ടിയുടെ ആണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത്രയും സ്പീഡ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത്രയും സ്പീഡിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാനും പഠിക്കണം. സ്പീഡ് എന്നുള്ളതിലല്ല എല്ലാവരും വിചാരിക്കുന്നത് വലിയ വണ്ടി വാങ്ങിച്ചാൽ അവൻ സ്പീഡിൽ പോകാൻ. എന്റെ വീട്ടുകാരും പറയുന്നത് അതാണ്, നീ റേസ് ചെയ്തൊക്കെ ഓടിക്കുന്നത് റോഡിൽ അങ്ങനെ ഓടിക്കാനല്ലയോ, റേസ് ചെയ്യാൻ. അങ്ങനല്ല അതിന്റെ ഒരു കൺസെപ്റ്റ്. നിങ്ങൾ ആദ്യം നിങ്ങൾ അന്ന് മനസ്സിലാക്കുക. നമ്മൾ റേസ് ട്രാക്കിൽ ഓടിക്കുന്ന ആളുകൾ എപ്പോഴും റോഡിൽ സാധാരണ ഒരു സ്പ്ലെൻഡറും കൊണ്ട് ഇറങ്ങുന്ന അച്ചാനേക്കാളും സേഫ് ആയിരിക്കും. കാരണം ആ ഇറങ്ങുന്ന പുള്ളിക്ക് ഒരു പിടുത്തവും ഇല്ല എങ്ങനെയാണ് ആ വണ്ടി ഒരു സിറ്റുവേഷൻ പിടിച്ചു നിർത്തേണ്ടതെന്നാണ്. ഇപ്പോഴും ബാക്ക് ബ്രേക്ക് ആണ് ചവിട്ടുന്നത് എല്ലാവരും. അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് ഒന്നും പറയാനില്ല. അത് നിങ്ങളുടെ അറിവില്ലായ്മയാണ്. നിങ്ങൾക്ക് സ്കിൽ ഇഷ്യൂ ഡെവലപ്പ് ചെയ്യുക. ആദ്യം പോയിട്ട് വണ്ടിയിൽ ഷോ കാണിക്കാണ്ട് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. നിങ്ങൾ സ്കിൽ ഇമ്പ്രൂവ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ ഏത് വണ്ടി എടുക്കേണ്ടതെന്നുള്ളത്. വണ്ടി ഓടിക്കണമെന്ന് പഠിക്കാന്ന് പറയുമ്പോൾ വണ്ടി ഓടിക്കാൻ പഠിക്കത്തേ. മറ്റേതല്ല, എട്ടെടുക്കാനും പഠിപ്പിക്കുന്നതല്ല. അതല്ലാണ്ട് വേറെ ഒത്തിരി 4 മടങ്ങ് പവർഫുൾ ആണ് നിങ്ങളുടെ നോർമൽ ഡെയിലി ഉപയോഗിക്കുന്ന ബൈക്കുകളിൽ നിന്ന് 4 മടങ്ങ് പവർഫുൾ ആണ് ഈ KTM എന്നൊക്കെ പറയുന്നത്. ഏറ്റവും കുറഞ്ഞ ഒരു 400cc KTM-ന്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ അത്രയും പവർ എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് ഓടിക്കുമ്പോൾ രസമാണ്. പക്ഷെ ആ രസം തലയ്ക്ക് പിടിച്ച് നമുക്കതിനെ നിർത്തേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ് അയ്യോ എന്നുള്ളൊരു സാധനം വരുന്നത്. കയ്യിന്ന് പോകും 100%. പക്ഷെ അത് നിങ്ങളൊരു മരത്തേലോ മതിലേലോ കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്കേ പോകുള്ളൂ. പക്ഷെ വേറൊരാളുടെ ദേഹത്താണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കോൺസിക്വൻസസ് ആണ് അതിനുണ്ടാകാൻ പോകുന്നത്. അപ്പം ആ ഒരു വിഷയത്തിലൊന്നല്ല, മൊത്തത്തിൽ ഈ ഒരു റൈഡിങ്ങിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം അതാണ്. പിന്നെ ആ പറഞ്ഞ വിഷയത്തിൽ എനിക്ക് മന്ത്രി പറഞ്ഞതിനായിട്ട് ഒരു യോജിക്കുന്നില്ല. ആ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹം അത് തിരുത്തുമായിരിക്കാം, തിരുത്തായിരുന്നേക്കാം. പുള്ളിയുടെ ആ ഒരു ഡയലോഗ് മാക്സിമം ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കട്ടെ പേരൻസിനും മറ്റാൾക്കാരെയും. കാരണം അത് ആ ബ്രാൻഡ് എന്ത് പഴച്ചു. സത്യം. അവര് ഇവനൊക്കെ വണ്ടി നല്ലത് ഓടിച്ചോട്ടെ എന്ന് കണ്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു. ഒന്നാമത് അത്ര നല്ല കാലം അല്ലേക്കും. റോഡ് നന്നാക്കുക, അതും കൂടെ ഉണ്ട്. അത് പറയാനിരിക്കുവായിരുന്നു. ഇനി ഇതെല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ 60 km/h പോകുന്നുള്ളൂ. നല്ല സ്മൂത്ത് റോഡ്, പൊക്കോണ്ടേ ഇരിക്കുന്ന ഈ ഹൈ കാറ്റൊക്കെ കൊണ്ട് പെട്ടെന്നൊരു കുഴി വന്നു, അല്ലെ ഒരു ഹമ്പ് വന്നു, അവിടെ ബോർഡോ കീടോ സൈനോ ഒന്നുമില്ല, എടുത്ത് ചാടി അവൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പോയി, അവൻ തലയടിച്ച റോഡിൽ വീണു. സ്പ്ലെൻഡർകാരനാണ് കേട്ടോ. ആരുടെ ഉത്തരവാദിത്വം? നമ്മൾ അത് അങ്ങനെയുള്ള ഒരുപാട് റോഡുകളുണ്ട്. പ്രോപ്പറായിട്ട് ലൈനിങ്സ് ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അത് റീഡ് ചെയ്യാൻ ആർക്കും അറിയത്തില്ല. അത് വേറൊരു കാര്യം. പോട്ടെ, അറിയാവുന്നവൻ ഓടിക്കുമ്പോഴാണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ലൈനിങ്സ് ഇല്ല, ബോർഡിങ്സ് ഇല്ല, ഉള്ള ബോർഡിലൊക്കെ കാട് പിടിച്ച് കിടക്കുന്നു, പായൽ പിടിച്ച് കിടക്കുന്നു, സിഗ്നൽസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, റിഫ്ലക്ടേഴ്സ് ഇല്ല. ബേസിക് റോഡ് മാനേഴ്സ് പോലും അറിയത്തില്ല. ഈ പറയുന്ന 60 km സ്പീഡ് ലിമിറ്റിൽ ഓടിക്കുന്ന പലർക്കും ഇടത്തോട്ട് പോകണം, ഇൻഡിക്കേറ്ററിലൊന്നുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ചില അച്ഛന്മാരൊക്കെ
അതിലും നല്ല ഒരു റോഡ് സൈഡിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ അത്രയും ശല്യം കുറഞ്ഞു കിട്ടും. ഇവർ ഈ ബൈക്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു 30-35 നടുക്കൂടെ ലൈനിന്റെ നടുക്കൂടി ഇങ്ങനെ പോകും. എന്നിട്ട് റോഡ് ഇങ്ങനെ ഈ വശത്തോട്ടാ റോഡ് കിടക്കുന്നത്, വണ്ടി പോകുന്നു അങ്ങോട്ട്. പക്ഷെ അച്ഛൻ്റെ തല ഇങ്ങനെ, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അത് ഇങ്ങോട്ടൊരു ഓട്ടം. എനിക്കതിൽ എങ്ങനെ ഓടിക്കുന്നുണ്ട് അങ്ങനെ. ഈ ടീമുകളാണ് പിന്നെ റോഡിലുള്ളത്. അത് ഈ പ്രായത്തിൻ്റെതും അല്ല, ഒന്നുമല്ല, സിവിക് സെൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിന്റെ പ്രശ്നമാണ്. ലാക്ക് ഓഫ് സിവിക് സെൻസ് ആണ്, കോമൺ സെൻസ് ആണ്. അതൊക്കെ നന്നാക്കുക, എന്നിട്ട് നമുക്ക് നോക്കാം. ബ്രാൻഡുകളെ പൂട്ടിക്കണോ, ബഹിഷ്കരിക്കണോ, നിരോധിച്ച് കളയണോ എന്നൊക്കെ. KTM അങ്ങ് നിരോധിച്ചാൽ പൈസ. നിന്റെ അഭിപ്രായം എന്താ? ഞാൻ നിരോധിക്കണം, കേരളത്തിൽ നിരോധിക്കണം. റോഡ് അങ്ങ് നിരോധിച്ചാലോ, നടന്നു പോയാൽ മതി എല്ലാവരും. അത് നല്ലൊരു ഐഡിയ. സൈക്കിളിൽ പോയാൽ മതി. ഹീറോ അല്ല, സൈക്കിളും ഡേഞ്ചറാ. സൈക്കിൾ ഡേഞ്ചർ അല്ലേ? അത് പിന്നെ ഏതെങ്കിലും സൈക്കിൾ ചെയ്യുന്ന ആരെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സൈക്കിൾ മോഡിഫിക്കേഷൻ ഒന്നും പറ്റില്ല, ഡിസ്ക് ഒന്നും കയറ്റാൻ പറ്റത്തില്ല. KTM വാങ്ങിച്ചു കഴിഞ്ഞാൽ അതാണ്ട് അടുത്ത ദിവസം മന്ത്രിത ഇങ്ങനെ ഇത് നിരോധിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? ഞാൻ വീട് മാറണം ഇനി വേറെ സംസ്ഥാനത്തോട്ട്, തമിഴ്നാട്ടിലേക്ക് പോകേണ്ടി വരും മിക്കവാറും. വേണ്ടി വരും, ചില സ്ഥലം നോക്കി വെച്ചോ നീ അവിടെ. Okay guys, thank you.